ദൈവനാമത്തിന് നന്ദിയോടെ മഹത്വം. നമ്മുടെ രാജ്യം, നമ്മുടെ സഭയൊക്കെ ഏറെ സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ്. ജനുവരി 26 നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. സഭയായി നമ്മൾ സമാധാനം കൊണ്ടാടുകയാണ്. ഇന്ന് നമുക്ക് ഏറെ സന്തോഷത്തോടെ അഭിനന്ദ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഗവൺമെൻറ് NRI കമ്മീഷൻ അംഗം ബഹുമാനപ്പെട്ട ഡോക്ടർ ലൂക്ക് സാർ നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇന്ന് ഈ ശ്രേഷ്ഠ ദിവസത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തി റിപ്പബ്ലിക് ഡേ ആചരണം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെ പ്രാർത്ഥനയോടെ ഓർക്കേണ്ടുന്ന ഒരു ദിവസം. രാജ്യം അതിൻ്റെ മതേതരത്വവും യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്ന വലിയ ആപ്തവാക്യമൊക്കെ ഉയർത്തിക്കാട്ടിയ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറിയ ദിവസമാണിന്ന്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഏറെ അഭിമാനത്തോടെ, ഏറെ പ്രാർത്ഥനയോടെ, ഏറെ ആഗ്രഹത്തോടെ, ഏറെ പ്രത്യാശയോടെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കുചേരാം. ഏറെ ബഹുമാനത്തോടെ പ്രിയ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ തിരുമേനി പതാക ഉയർത്തിന് ശേഷം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയോടെ അവസാനിപ്പിക്കും. എല്ലാവരും ചേർന്ന് നമ്മുടെ ദേശീയഗാനം പാടുമ്പോൾ ബഹുമാനമുള്ള ലൂക്ക് സാർ പതാക ഉയർത്തി 2 വാക്ക് സംസാരിക്കും. അഭിനന്ദ തിരുമേനി പ്രാർത്ഥിക്കും. സ്വാഗതം ചെയ്യും. ഇന്ത്യ മഹാരാജ്യം 77ാമത് റിപ്പബ്ലിക് ഡേ ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം ഒരു സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പരമാധികാരമുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ മതേതരത്വ നിലപാടുള്ള ഒരു മഹാരാജ്യമാണ്. നമുക്കറിയാം, ഭരണഘടനാ ശില്പികൾ, അതിൻ്റെ പിന്നിലെ അവരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ഈ മഹാരാജ്യത്തിന് വേണ്ടി പോരാടിയ അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്ത വീരന്മാരായ അങ്ങനെ ധാരാളം അനുഭവങ്ങളുള്ള മഹാരാജ്യമാണ് നമ്മുടെ ഈ മഹാരാജ്യം. എന്നാൽ ഇന്ന് നമ്മുടെ മതേതരത്വവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പല അധികാരങ്ങളും അത് പല ഇടങ്ങളിൽ ലംഘിക്കപ്പെടുന്നു എന്നുള്ള വേദനാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മൈനോറിറ്റി വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു. അതിനെ ഇന്നത്തെ ഈ 65ാമത് ഇവിടുത്തെ ഈ കൺവെൻഷൻ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ കൺവെൻഷനോട് അനുബന്ധപ്പെട്ട വലിയ മഹാസമ്മേളനം കൂടി നടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൽ ഈ ഒരു ആശങ്ക കൂടി നമ്മുടെ മനസ്സിൽ അലട്ടുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ക്രൈസ്തവ മിഷണറിമാർ നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അതിവിപുലമാണ്, അതിവിശാലമാണ്. അവരുടെ മുമ്പിലൊന്നും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വ പിതാക്കന്മാർ എന്ന് തന്നെ പറയാം, അവർ നൽകിയ അവരുടെ ഏറ്റവും വലിയ ജീവിത സമർപ്പണം എന്നതുപോലെയാണ് മിഷണറിമാരും അവരുടെ ജീവിതത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ചുറ്റും കാണുന്ന ഈ സമൂഹവും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എത്രയോ ആളുകളെ സഹായിക്കുന്ന നിലപാടുകളൊക്കെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹവും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിവന്ധ്യ തിരുമേനി ഇപ്പോഴുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവിധമായ ആശംസകളും, രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ, രാജ്യത്തെ കൂടുതൽ കെട്ടിപ്പൊക്കുവാൻ നാം ഒരുമിച്ച് അശ്രാന്ത പരിശ്രമം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം, ഈ റിപ്പബ്ലിക് ഡേ, ഈ പതാക ഉയർത്തിക്കൊണ്ട് ഇവിടെ റിപ്പബ്ലിക് ഡേ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജഗതി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഗേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. താങ്ക് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഭാരത രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ രാവിലെ ഞങ്ങൾ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ഭാരത രാജ്യത്തെ ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയൊക്കെ അധ്വാനിച്ചതായിട്ടുള്ള ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവരുടെ ത്യാഗവും അവരുടെ സഹനവും ഒക്കെയാണ് ഞങ്ങളുടെ ഭാരത രാജ്യം എന്ന് ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ
കർത്താവെ, പ്രസിഡന്റിന് വേണ്ടിയും പ്രധാനമന്ത്രിക്ക് വേണ്ടിയും ഞങ്ങളുടെ മന്ത്രിമാർക്കൊക്കെ വേണ്ടിയും എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും അതിൻ്റെ ചുമതലക്കാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും അവിടെ ഭരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരൊക്കെ നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ മതേതരത്വവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഏറ്റവും ചെറിയൊരാൾ പോലും ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നതായിട്ടുള്ള രാജ്യമായി തീരുക. സ്വർഗത്തിലെ ദൈവം സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.